ചേച്ചിയുടെ ഉണ്ടായിരുന്നോ? ഹായ് സുഗതി, സുഖാണോ? ആ രാവിലെ വന്നല്ലോ. അമ്മ കിച്ചണിലുണ്ട്. ഉണ്ടല്ലേ. ചേച്ചിക്ക് പിന്നെ വേറെ ജോലി ഇല്ലാത്തോണ്ട് നേരത്തെ എത്താൻ പറ്റിയല്ലോ അല്ലേ? റീലൊക്കെ ഇട്ട് നടക്കുവല്ലേ, അപ്പൊ ഇഷ്ടം പോലെ സമയം ഉണ്ടല്ലോ അല്ലേ ചേച്ചി? സ്വാതി, എന്തേ ഒന്ന് വരാം. ഒരു മിനിറ്റ് പറഞ്ഞു ചേച്ചി. എന്താ? ഒരു മിനിറ്റ്. കുറച്ചു മുമ്പ് നീ എന്താ പറഞ്ഞേ? അല്ല, ഈ കണ്ടന്റ് ക്രിയേറ്ററുടെ ജോലിയെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ക്യാമറ ഓൺ ആവുമ്പോൾ തുടങ്ങുകയും ഓഫ് ആവുമ്പോൾ അവസാനിക്കുകയും ചെയ്യുന്ന ഒരു പണിയല്ല അത്. നിങ്ങൾ കാണുന്ന ഈ 30 സെക്കൻഡ് ഡ്യൂറേഷനുള്ള വീഡിയോ ഇല്ലേ, അതിന് പിന്നിൽ മണിക്കൂറുകളുടെ എഫേർട്ട് ഉണ്ട്, ചില സമയങ്ങളിൽ ദിവസങ്ങളുടെ എഫേർട്ട്. ഈ തീമില്ലേ, വളരെ ഈസി ആയിട്ട് പറയുന്ന ആശയം, അത് ഒരെണ്ണം സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാട് ചിലപ്പോൾ ദിവസങ്ങളെടുക്കും. എന്ത് വിഷയം പറയണം, എങ്ങനെ പറയണം, ആളുകൾക്കത് ഇഷ്ടപ്പെടുവോ, ഉപകാരപ്പെടുവോ, അവരത് എങ്ങനെ എടുക്കും, അങ്ങനെ ഒരു 100 കണക്കിന് ചോദ്യങ്ങളിലൂടെയാവും ഒരു കണ്ടന്റ് ക്രിയേറ്റർ കടന്നു പോകുന്നത്. അതിനുശേഷം ഷൂട്ടിങ്. ഓരോ സീനും എത്ര എടുത്താലും ചിലപ്പോൾ തൃപ്തി വരില്ല. കാണാതെയുള്ള ഈ ഡയലോഗ് പറച്ചില് ഒരു മിസ്റ്റേക്ക് വന്നാൽ പിന്നെ പൂജ്യത്തിൽ തുടങ്ങണം. അത് കഴിഞ്ഞ് എഡിറ്റിംഗ്, ക്യാപ്ഷൻ, മ്യൂസിക്, തംബ്നെയിൽ, പോസ്റ്റ് ചെയ്യാനുള്ള ടൈം, അങ്ങനെ പ്രത്യേകം ശ്രദ്ധ വേണം ഓരോന്നിനും. എല്ലാം പൂർത്തിയാക്കി പോസ്റ്റ് ചെയ്ത ശേഷം തുടങ്ങും വേറൊരു കാത്തിരിപ്പ്. റീച്ച് കിട്ടുമോ, ആളുകൾ കാണുമോ, അവർ നമ്മൾ ഉദ്ദേശിച്ച ആശയം തന്നെ മനസ്സിലാക്കുമോ? പലപ്പോഴും ദിവസങ്ങളുടെ കഷ്ടപ്പാടുകൊണ്ട് എടുക്കുന്ന വീഡിയോസിന് 1000 പേര് പോലും കാണാതെ പോവാറുണ്ട്. അതിലും വേദനിപ്പിക്കുന്നത് നിന്നെപ്പോലുള്ള ചിലരുടെ ചോദ്യങ്ങളാ. ഇതൊക്കെ ചെയ്തിട്ട് എന്ത് കിട്ടും, ഫോണും പിടിച്ച് നടക്കുന്നതല്ലേ ജോലി? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഒരു കണ്ടന്റ് ക്രിയേറ്ററുടെ എഫേർട്ട്, അതിന്റെ വാല്യൂ ഇല്ലാതാക്കുന്നത്. എന്ന് കരുതി ഞങ്ങളങ്ങനെ നിർത്താറൊന്നുമില്ല കേട്ടോ. മറ്റു പല ജോലികളും ദിവസത്തിന്റെ അവസാനം ജോലി അവസാനിക്കും. പക്ഷെ ഒരു കണ്ടന്റ് ക്രിയേറ്ററുടെ ജോലി ഉണ്ടല്ലോ, അയാൾ ഓഫ് ആവാറേ ഇല്ല. എവിടെ പോയാലും എന്ത് കണ്ടാലും മനസ്സിൽ ഒരു ചിന്തയുണ്ടാവും, ഇതിൽ നിന്നും ഒരു നല്ല കണ്ടന്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഓരോ പോസ്റ്റിന് പിന്നിലും കാണാത്ത ഒരുപാട് അധ്വാനമുണ്ട്. ഓരോ ചിരിയുടെ പിന്നിലും ക്ഷീണമുണ്ട്. ഓരോ വൈറൽ വീഡിയോയ്ക്ക് പിന്നിലും വൈറലാകപ്പെടാതെ പോകുന്ന ഒരുപാട് പേരുടെ ശ്രമങ്ങളുണ്ട്. അതുകൊണ്ട് ഈ കണ്ടന്റ് ക്രിയേറ്റർ ജോലി അത്ര സിമ്പിളായിട്ടൊരു ജോലിയല്ല കേട്ടോ. കാരണം വെറും സൃഷ്ടികൾ മാത്രമല്ല ഇത് അവരുടെ അനുഭവങ്ങളും ജീവിതങ്ങളും വികാരങ്ങളും സമയം, ഉറക്കം, അധ്വാനം, മറ്റു ചിലപ്പോൾ നമ്മുടെ സമ്പാദ്യം വരെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓരോ വീഡിയോയും വൈറലാകാതിരിക്കാം, ചിലപ്പോൾ പോസ്റ്റുകൾ ലൈക്ക് ഇല്ലാതിരിക്കാം, ഒക്കെ ഇരിക്കാം. പക്ഷെ അതിൽ ഒരാളെ ജീവിതത്തിൽ ടച്ച് ചെയ്യുന്ന ഒരു മെസ്സേജ് ഉണ്ടെങ്കിൽ അതാണ് ഒരു യഥാർത്ഥ കണ്ടന്റ് ക്രിയേറ്ററുടെ വിജയം.